ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. കേരള കലാമണ്ഡലത്തിൽ 8 മുതൽ 10 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം തയ്യാറാക്കി. 14 വിഷയങ്ങളിലായാണ് കലാമണ്ഡലത്തിൽ പഠനം നടത്തുന്നത്. ഇതിനാവശ്യമായ പാഠപുസ്തകങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. യോഗത്തിൽ കലാമണ്ഡലം ഗോപി ആശാൻ അത് MBS ആശാൻ നൽകിക്കൊണ്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ഒരു പാഠ്യപദ്ധതിയിൽ വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ തന്നെ. കാരണം ആ ഒരു തലമുറ തന്നെ പുതിയ തലമുറയ്ക്കുള്ളൊരു പുസ്തകം, ആ ഒരു പാഠപുസ്തകം റിലീസ് ചെയ്യുന്ന വളരെ സന്തോഷമുണ്ട്. അത് അറിയിക്കാൻ സന്തോഷമുണ്ട്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം തുടർന്ന് ബാക്കിയുള്ള വർഷങ്ങളിൽ നമ്മൾ 11ലേക്കുള്ള പാഠപുസ്തകം, 12ലേക്കുള്ള പാഠപുസ്തകം ഇപ്പോഴത്, കാരണം ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു വേറൊരു സവിശേഷമായ സ്വഭാവം എന്ന് പറയുന്നത് ഈ പാഠപുസ്തകത്തിലെല്ലാം ഒരു QR കോഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു പ്രത്യേക മൂവ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഉടനെ ആ മൂവ്മെന്റ് റെക്കോർഡ് ചെയ്ത് ആ ഒരു വീഡിയോയിലേക്ക് ഒരു സ്കാൻ ചെയ്ത് എത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. കളരി സിലബസ് അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ കലാമണ്ഡലം ഗോപി പ്രകാശനം ചെയ്യും. കലാമണ്ഡലം MPS നമ്പൂതിരി ഏറ്റുവാങ്ങും. 14 വിഭാഗങ്ങളിലെയും ഓരോ ക്ലാസ്സിലേക്ക് 14 ബുക്ക് വീതം 42 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായാണ് പുസ്തകങ്ങൾ നൽകുക. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ, കലാമണ്ഡലം പ്രിൻസിപ്പൽ ഡോക്ടർ N. ഹരികുമാർ, നൃത്ത വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ രജിത രവി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.